ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിൽ നിന്നും കേരള PSCക്ക് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചില റൂൾസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിനകത്തേക്ക് വരാം. Help me to do this work is an example of option A declarative sentence, B interrogative, C imperative, D exclamatory. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സഹായം ചോദിക്കുകയാണ് അല്ലേ, ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. അപ്പോൾ അതെന്താണ്? ഒരു റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ്. അപ്പോൾ ആജ്ഞ, അപേക്ഷ, അതുപോലെ തന്നെ ഉപദേശം, ഇവയൊക്കെ എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രസ്താവനകളാണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങളാണ്. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഫീലിങ്സ്, ഇമോഷൻസ്, ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യമാണ് ഐ ഷാൽ ഫിനിഷ് മൈ വർക്ക് ഇൻ ഡാഷ് ആർ. ഓപ്ഷൻ എ ആൻ, ഓപ്ഷൻ ബി ദ, ഓപ്ഷൻ സി എ, ഓപ്ഷൻ ഡി ടു. ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന ചോദ്യമാണിത്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുമ്പോൾ അവിടെ ആ സൗണ്ടാണ്. ആ സൗണ്ട് എന്ന് പറയുന്നത് ഒരു വവൽ സൗണ്ടാണ്. ആ, എ, ഓ, ഐ ഇതൊക്കെ എന്താണ്? വവൽ സൗണ്ട്സ് ആണ്. അപ്പോൾ അവിടെ ആൻ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുന്നത് ആ എന്ന വവൽ സൗണ്ടിന് മുമ്പ്. അടുത്ത ചോദ്യത്തിൻ്റെ പാസീവ് ഫോമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദ പാസീവ് ഫോം ഓഫ് ദ സെക്രട്ടറി ഗാർലാൻഡഡ് ദ ചീഫ് ഗസ്റ്റിസ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ അറിയാം. ദ സെക്രട്ടറി ഗാർലാൻഡഡ് ദ ചീഫ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ദ സെക്രട്ടറി ആണ് അവിടെ സബ്ജക്റ്റ്, ഗാർലാൻഡഡ് ആണ് വേർബ് എന്ന് പറയുന്നത്, ചീഫ് ഗസ്റ്റ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ തന്നേക്കുന്ന സെൻറ്റൻസിൻ്റെ ടെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നതെന്ന് നോക്കാം. ആദ്യം ഒബ്ജക്റ്റ് ആണ് വരുന്നത്, അതിനുശേഷം വാസ് ആണ് വരുന്നത്. വാസിന് ശേഷമാണ് നമ്മൾ V3 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദ ചീഫ് ഗസ്റ്റ് വാസ്, V3 ആണ് ഗാർലാൻഡഡ്. അതിനുശേഷം ബൈ ദി, അതിന് ഏറ്റവും അവസാനം സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സെക്രട്ടറി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദ ചീഫ് ഗസ്റ്റ് വാസ് ഗാർലാൻഡഡ് ബൈ ദ സെക്രട്ടറി. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിനകത്തേക്ക് വരാം. ബെഗർ സെഡ് ടു രാമു ഗീവ് സം വാട്ടർ. ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദ എബവ് സെൻറ്റൻസസ്. അപ്പോൾ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ബെഗർ ആണ് അല്ലേ, അവിടെ യാചിക്കുകയാണ്, ഗീവ് സം വാട്ടർ എന്ന് പറയുകയാണ്. അപ്പോൾ അതെന്തിൽ വരുന്ന സെൻറ്റൻസ് ആണ്? എന്ത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണ് ഇല്ലേ, റിക്വസ്റ്റ് അല്ലെങ്കിൽ അപേക്ഷയാണ് ഗീവ് സം വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ബെഗർ ആസ്ക്ഡ് വരില്ല, വാണ്ടഡും ഓർഡേർഡും വരില്ല. അപ്പോൾ ബെഗർ റിക്വസ്റ്റഡ് രാമു ടു ഗീവ് സം വാട്ടർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനകത്തേക്കാണ് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം ദേ ലീവ് ഇൻ ദ ടൗൺ. അപ്പോൾ ഇതെന്താണ്? ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ പോസിറ്റീവ് സെൻറ്റൻസിന് എപ്പോഴും നെഗറ്റീവ് ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡിൻ, അസും, ഡോൺ, ദേയുമാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരാൻ സാധ്യതയുള്ളത്. ഇനി ദേ ലീവ് ഇൻ ദ ടൗൺ, ഇവിടെ നമുക്ക് ഓക്സിലറി വേർബ് വേണം. അപ്പോൾ ലീവ് എന്ന് പറയുന്ന വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, ഡു പ്ലസ് ലീവ് എന്ന് നമുക്ക് കിട്ടും. ഇനി ഡൂവിൻ്റെ നെഗറ്റീവ് ഫോമാണ് നമ്മളവിടെ ഉപയോഗിക്കേണ്ടത്. ഡോണ്ട്, ദേ എന്നായിരിക്കും നേരം വരുന്നത്. ഇവിടെ ദേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോണ്ട്, ദേ എന്നതാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിനകത്തേക്ക് വരാം. there was a big crowd ഡാഷ് ദ മാർക്കറ്റ്. അപ്പോൾ അവിടെ മാർക്കറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശമാണ്. അപ്പോൾ ചെറിയ പ്രദേശമായതുകൊണ്ട് നമ്മളവിടെ അറ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത് രാജ്യങ്ങളുടെ, സംസ്ഥാനങ്ങളുടെ, ഭൂഖണ്ഡങ്ങളുടെയൊക്കെ പേരിന് മുമ്പിലാണ്. അതുപോലെ തന്നെ ഓൺ ഉപയോഗിക്കുന്നത്
എന്താണ് മുകളിൽ എന്നൊരർത്ഥത്തിലാണ്. ഏതെങ്കിലും വസ്തുവിന് മുകളിൽ, അല്ലെങ്കിൽ ഓൺ സാറ്റർഡേ, ഓൺ സൺഡേ ദിവസങ്ങളുടെ പേരിന് മുമ്പിലൊക്കെയാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. അതുപോലെ വിത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്നൊരർത്ഥമാണ് വിത്തിനുള്ളത്. അപ്പോൾ there was a big crowd at the market ആണ് അവിടെ കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ ബി അറ്റ്. This is the dash news. ഓപ്ഷൻ എ ലേറ്റ്, ഓപ്ഷൻ ബി ഏർലി, ഓപ്ഷൻ സി ലാസ്റ്റ്, ഓപ്ഷൻ ഡി ലേറ്റസ്റ്റ്. ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകി എന്നൊരർത്ഥമാണ്. അതുപോലെ ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തേത്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും പുതിയ വാർത്തകൾ എന്നാണ് നമ്മൾ പറയാറ്. അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ലേറ്റസ്റ്റ് എന്ന് പറയുന്നത്. ദായിക്ക് ശേഷമാണ് എപ്പോഴും നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ലേറ്റസ്റ്റ് ആണ്. ദിസ് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. ഓപ്ഷൻ ഡി ലേറ്റസ്റ്റ്. The word which means innocent is. Okay, option A childish, option B frank, C childlike, D proud. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ്. ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ബാലിശമായ. ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ തുറന്ന, അതായത് തുറന്ന മനസ്സോടെ എന്ന് പറയത്തില്ലേ, അതാണ് ഫ്രാങ്ക്. ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ്. ഓക്കെ. പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ചൈൽഡ് ലൈക്ക് ആണ്. ഓപ്ഷൻ സി ചൈൽഡ് ലൈക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേർഡ് ഓപ്പോസിറ്റ് ടു ദ മീനിങ് നോവിസ് ഇസ്. അപ്പോൾ നോവിസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത പുതിയ ഒരു വ്യക്തിയാണ് നോവിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വെറ്ററൻ എന്നാണ്. ഇവിടെ ബ്ലേഡ് ആയിട്ടാണ് അല്പം ഓപ്ഷൻസ് കാണുന്നത് നിങ്ങൾ. ഫസ്റ്റ് ഓപ്ഷൻ വെർച്യൂ, സെക്കൻഡ് ഓപ്ഷൻ ബി റിജിഡ്, സി വെറ്ററൻ, ഡി ബ്ലണ്ട്. അപ്പോൾ വെർച്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ ബിഹേവിയർ ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ വെർച്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിജിഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത, ദൃഢമായ എന്നൊരു അർത്ഥമാണ് റിജിഡിന്. ഓപ്ഷൻ സി വെറ്ററൻ എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബ്ലണ്ടിൻ്റെ മീനിങ് മൂർച്ചയുള്ള എന്നാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വെറ്ററൻ ആണ്. ഓപ്ഷൻ സി വെറ്ററൻ, ഓപ്പോസിറ്റ് ഓഫ് നോവിസ്. ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ ചോദ്യത്തിനകത്തേക്ക് വരാം. കളക്റ്റീവ് നൗൺ ഫോർ ഗൺസ്. ഇത് വളരെ റെയറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗൺസ് ഒന്നും അങ്ങനെ സാധാരണ കളക്റ്റീവ് നൗണിന് ചോദിക്കാറില്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരവെന്ന് പറയുന്നത് ബാറ്ററി ആണ്. ഓപ്ഷൻ എ കോവേ എന്ന് പറഞ്ഞാൽ പാട്രിഡ്ജസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈൽഡ് ബേർഡിൻ്റെ ഗ്രൂപ്പിനെയാണ് നമ്മൾ കോവേ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ബ്രൈസ് എന്ന് പറയുന്നത് പീജിയൻ്റെ കളക്റ്റീവ് നൗണാണ്. പീജിയൺ അറിയാം, പ്രാവ്. ബാറ്ററി ഓഫ് ഗൺസ് ആണ്. ഓപ്ഷൻ ഡി ബാസ്ക് എന്ന് പറഞ്ഞാൽ ക്രോക്കഡൈൽസിൻ്റെ ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ഇതോടുകൂടി 10 PYQ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇംഗ്ലീഷിൻ്റേതാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.